സംസ്ഥാനത്തെ പല സ്കൂളുകളും തുറന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അട്ടക്കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്കൂളിന്റെ ഒഴിഞ്ഞ കെട്ടിടമാണ് തകർന്നത്. സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുമെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സ്കൂൾ കെട്ടിടം തകർന്നു വീണ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രവേശന ഉത്സവ ദിവസം തന്നെ ഇങ്ങനൊരു ഇതുണ്ടായി എന്നുള്ള രീതിയിലുള്ള പ്രചരണം ശരിയല്ല. കാരണം അവിടെ സ്കൂൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അത് അൺഫിറ്റായ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ സ്കൂൾ അവിടുന്ന് ആദ്യം മാറ്റിയിട്ടുണ്ട്. ഞങ്ങളത് ഉറപ്പുവരുത്താം. ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിശോധിക്കാം. എന്നിട്ട് ഫിറ്റ്നസ് ഉള്ളിടത്ത് മാത്രമേ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഞങ്ങൾ റിലാക്സ് ചെയ്ത് കൊടുത്ത ഒരൊറ്റ കാര്യം ഈ വയറിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അത് തന്നെയും അവിടുത്തെ HM-ഉം പിന്നെ PTA പ്രസിഡന്റും ഉറപ്പുവരുത്തിയിട്ട് അതിൽ ക്ലാസ് നടത്താൻ പാടുള്ളൂ. സനീറ്റയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തത്സമയമുള്ളത്. സനീറ്റ, ഗുഡ് മോർണിംഗ്. ഈ സ്കൂൾ തുറപ്പിന് മുന്നേ തന്നെ സ്കൂളുകളുടെ ഫിറ്റ്നസ് എല്ലാം പരിശോധിക്കണം, ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകൾക്ക് അനുമതി കൊടുക്കണ്ട, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ സ്കൂൾ പ്രവേശനോത്സവം കഴിഞ്ഞു, സ്കൂളൊക്കെ തുറന്നു, കുട്ടികളൊക്കെ എത്തി. അതിന് പിന്നാലെ വൈകുന്നേരം ഈ കുട്ടികളും അധ്യാപകരും ഒക്കെ സ്കൂൾ അങ്കണം വിട്ടതിന് തൊട്ട് പിന്നാലെ നമ്മൾ കേട്ട, നമ്മൾ ചർച്ച ചെയ്ത, നമ്മൾ നോക്കിക്കണ്ട വാർത്തയായിരുന്നു അട്ടക്കുളങ്ങര സ്കൂളിലെ ഒരു കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ. ഇതിന് പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ, പഴിചാരൽ നടത്തുന്ന ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും ഒക്കെയാണ് കണ്ടത്. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം അനുസരിച്ച് എന്ത് വിലയിരുത്തണം ഈ ഘട്ടത്തിൽ നമ്മൾ, സനീറ്റ? ഗുഡ് മോർണിംഗ് സേതു. സംസ്ഥാനത്ത് ഇന്നലെ വലിയ തരത്തിലുള്ള ആഘോഷപരമായിട്ടാണ് ഇത്തരത്തിൽ പ്രവേശനോത്സവം നടത്തിയത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തെ പല സ്കൂളുകളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് തുറന്നത് എന്ന വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ തന്നെയാണ് ന്യൂസ് മലയാളം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ഇത്തരത്തിൽ ഒരു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉത്തരവ് നൽകിയിരുന്നു ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ. കാരണം നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യാതൊരു തരത്തിലും ഇത് വലിയ തരത്തിൽ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യമാണ്. കാരണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കിയതിനു ശേഷം, സ്കൂളുകളിലെ അവസ്ഥകൾ ഉറപ്പാക്കിയതിനു ശേഷമാണ് അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുക. എന്നാൽ ഈ വർഷം യാതൊരു തരത്തിലും അത് നടന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഇന്നലെ നമ്മളോട് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, അതായത് കോർപ്പറേഷൻ നഗരസഭ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ഈ സ്കൂളുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ടത്. എന്നാൽ യാതൊരു തരത്തിലും നടന്നിട്ടില്ല. അത്തരത്തിൽ ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും പറയുന്ന ഒരു വിശദീകരണം, ഇത്തരത്തിൽ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല ഈ വയറിംഗ് സംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് സാങ്കേതികമായ അറിവ് തങ്ങൾക്കില്ല എന്നും അത് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുന്നത്, ഒരു പക്ഷേ സ്കൂളുകൾ തുറക്കട്ടെ, അതിനുശേഷം 1.5 മാസ കാലയളവിൽ ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയാകുമെന്ന ഗുരുതരമായ ഒരു അറിയിപ്പാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ സ്കൂൾ കുട്ടികളെല്ലാം ഇന്നലെ, അല്ലെങ്കിൽ അധ്യാപകർ, മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇന്നലെ സ്കൂളുകളിൽ വന്നത്, പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്, ഇത്തരത്തിൽ ഈ സ്കൂളുകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പും കിട്ടാത്തത് തുറന്ന് തന്നെയാണ്. എന്നാൽ അവർ ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിൽ വലിയൊരു അപകടം ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സനീറ്റ ഇപ്പോൾ ആ സ്കൂളിൽ തന്നെ ഉണ്ടെന്നാണ്. ഇതിലിപ്പോ ഈ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഉന്നതതല അന്വേഷണം വേണമെന്ന് മേയർ VV രാജേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഇതിന്റെ തെളിവെടുപ്പും കാര്യങ്ങൾക്കും ഒക്കെ തുടക്കമാകുമോ? ഇന്ന് നിലവിലെ സാഹചര്യം എന്താണ്? ഈ സ്കൂൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സേതു, ഞാനിപ്പോൾ ഉള്ളത് അട്ടക്കുളങ്ങര സ്കൂളിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയൊരു ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം 5:30 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായതിനെ തുടർന്ന് യാതൊരു തരത്തിലും പരിക്കുകളില്ല. കാരണം 5:30 കൂടി വിദ്യാർത്ഥികളെല്ലാം ഇത്തരത്തിൽ ഇവിടെ നിന്നും ഒഴിഞ്ഞുമാറിയ സാഹചര്യമുണ്ട്. അധ്യാപകരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ
ഭാഗത്തുനിന്നും യാതൊരു സജ്ജീകരണവും ഇല്ല. കാരണം ഞാനിപ്പോൾ രാവിലെ ഇങ്ങോട്ട് എത്തിയ സമയത്ത് തന്നെ വലിയ തരത്തിൽ ഈ സ്കൂളുകളുടെ പരിസരമൊക്കെ കാട് പിടിച്ച സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ വൃത്തിയാക്കാത്ത സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ യാതൊരു ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഈ സ്കൂളുകൾ തുറന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ കെട്ടിടമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസത്തിൽ ഭാഗികമായി ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് 2021-ലും 2025-ലും മുൻ സർക്കാരിന്റെ കാലത്ത് പുനർക്രമീകരിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ പണി നടന്ന ഒരു കെട്ടിടമാണ്. ഇതിൽ മുന്നിൽ നിന്ന് കാണുമ്പോൾ എല്ലാ തരത്തിലും ക്രമീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വൃത്തിയായി ഇതിനെ മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബലക്ഷയമായ ഒരു കെട്ടിടമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കോടികൾ മുടക്കിയാണ് ഇത്തരത്തിൽ ഈ കെട്ടിടം പണി നിർമ്മിച്ചത്. എന്നാൽ ഇന്നലെ ഇത് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ സംഭവത്തെ തുടർന്ന് തദ്ദേശ സ്ഥാപനം കോർപ്പറേഷനും വകുപ്പും തമ്മിൽ ഒരു വാക്ക് തർക്കത്തിലേക്ക് തന്നെ ഏർപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് ഇത്തരത്തിൽ ഇതിന്റെ ഈ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്, കോർപ്പറേഷനാണ്. കോർപ്പറേഷനും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു. ഇതിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ കൊച്ചു കുട്ടികളാണ്, അധ്യാപകരാണ്, ഇവരൊക്കെ വരുന്ന സ്ഥലമാണ്, ഒരു വിദ്യാലയമാണ്. അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരൊക്കെയാണെന്നുള്ള കാര്യവും വ്യക്തതയോടെ ഈ സമൂഹത്തിന് അറിയാം. ഇനി നേതാക്കളും അധികൃതരും മാത്രം അതിലൊരു നടപടി സ്വീകരിച്ചാൽ മതിയാകും.